വല്ലാത്തൊരു കുതിപ്പ്. വീണ്ടും ഞെട്ടിച്ച് സ്വർണ്ണവില. ഇനി ഇത് പുതിയ റെക്കോർഡുകൾ തകർക്കുമോ എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. 2 ദിവസത്തിനിടെ 8,720 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെ, പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ തുടക്കത്തിൽ വൻ കുതിപ്പ് നടത്തിയ സ്വർണ്ണവില പിന്നീട് ഇടിയുന്നതാണ് കണ്ടത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ്. ഇത് സ്വർണ്ണവില വീണ്ടും 1 ലക്ഷം കടന്ന് കുതിക്കാൻ കാരണമായി. ജനുവരി 29-ന് രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ സർവ്വകാല റെക്കോർഡ്. 2025 ഡിസംബർ 23-നായിരുന്നു സ്വർണ്ണവില ആദ്യമായി 1 ലക്ഷം കടന്നതും. കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇന്ന് 2 വട്ടമാണ് കുതിപ്പ് രേഖപ്പെടുത്തിയത്. ഒരു പവന് 3,000 രൂപയ്ക്ക് മുകളിലാണ് വർദ്ധിച്ചത്. വരും ദിവസങ്ങളിലും വില കൂടുമെന്ന് തന്നെയാണ് പ്രവചനങ്ങൾ. കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് രാവിലെ 2,760 രൂപയാണ് കൂടിയത്. അങ്ങനെ പവൻ വില 1,07,550 രൂപയിലും എത്തി. 99,000 രൂപ വരെ കുറഞ്ഞ സ്വർണ്ണവിലയാണ് വീണ്ടും ഇപ്പോൾ കുതിപ്പ് നടത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് 80 രൂപയാണ് കൂടിയിരിക്കുന്നത്. 13,525 രൂപയാണ് ഗ്രാം വില. പവന് 640 രൂപ കൂടി 1,08,200 രൂപയിലേക്കും എത്തി. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 65 രൂപ കൂടി 11,715 രൂപയും 14 ക്യാരറ്റ് ഗ്രാമിന് 50 രൂപ കൂടി 8,655 രൂപയിലും എത്തി. 9 ക്യാരറ്റിനും മാറ്റമുണ്ട്. 1 ഗ്രാമിന് 35 രൂപയാണ് വർദ്ധിച്ചത്. 5,585 രൂപയിലാണെന്ന് വ്യാപാരം. വെള്ളിവില ഗ്രാമിന് 250 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. ഇതോടെ 2 മാസത്തിനിടെ സ്വർണ്ണവിലയിൽ വലിയ മാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ചയായിരുന്നു 99,480 രൂപയിൽ പവൻ വില നിന്നത്. വലിയ മാറ്റങ്ങൾ ഇനിയും തുടരുമെന്ന് തന്നെയാണ് പ്രവചനങ്ങൾ ഉള്ളത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില ഔൺസിന് $4,580 മുകളിലെത്തി. ഇത് ഏകദേശം 2.1% വർധനവാണ് കാണിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളിൽ അയവുണ്ടാകുമെന്ന പ്രതീക്ഷകളും അമേരിക്കൻ ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ നേരിയ കുറവുമാണ് ഇപ്പോൾ സ്വർണത്തിന് കരുത്തായി മാറിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാണ് നല്ല സമയമെന്ന് തന്നെയാണ് വ്യാപാരികൾ പറയുന്നത്. കാരണം ഇനിയും സ്വർണ്ണവില കുതിച്ച് പുതിയ റെക്കോർഡുകൾ താണ്ടുമെന്ന് തന്നെയാണ് പ്രവചനങ്ങൾ. കൂടാതെ ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുന്ന വ്യക്തിക്ക് 1,16,000 രൂപയാണ് ചെലവ് വരുന്നത്. എന്നാൽ പഴയ സ്വർണം വിൽക്കുന്നവർക്ക് 1,07,000 രൂപ മാത്രമാണ് ലഭിക്കുക. തങ്കത്തിന്റെ വിലയെ അടിസ്ഥാനമാക്കിയാണ് എല്ലാ ജ്വല്ലറി വ്യാപാരികളും പഴയ സ്വർണം തിരിച്ചെടുക്കുന്നത്. ഇതിൽ ഏത് സമയവും മാറ്റവും പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.